നമസ്കാരം പ്രിയ പ്രേക്ഷകരെ. മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തെത്തി ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, സംവിധായകൻ, തിരക്കഥാകൃത്ത് എന്നീ നിലകളിൽ തിളങ്ങിയ ഒരു അതുല്യ പ്രതിഭയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ശ്രീനിവാസ്. അജിത് കുമാർ വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അധ്യാപകനായിരുന്ന ഉണ്ണിയുടെയും ലക്ഷ്മിയുടെയും മകനായി കണ്ണൂർ ജില്ലയിലെ പാട്യത്താണ് ശ്രീനിവാസൻ ജനിച്ചത്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ നാടകങ്ങൾ എഴുതുമായിരുന്നു. പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞതോടെ എഴുത്തു കൂടി. അതുതന്നെയല്ല, ചെറുപ്പത്തിലെ ധാരാളം വായിക്കുന്നൊരു സ്വഭാവവും ശ്രീനിവാസനുണ്ടായിരുന്നു. അച്ഛനായ ഉണ്ണിക്ക്, അതായത് അധ്യാപകന്, ഒരിക്കലും അത് താല്പര്യമായിരുന്നില്ല. ഇവൻ നല്ല രീതിയിൽ പഠിച്ച് ഉയരണമെന്നായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. പക്ഷേ ശ്രീനിവാസന് കലയോടായിരുന്നു താല്പര്യം. അങ്ങനെ ഒരു അമ്മാവനാണ് ആദ്യം ഇദ്ദേഹത്തെ സിനിമയ്ക്ക് കൊണ്ടുപോകുന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ആദ്യം കണ്ട സിനിമ ഉമ്മ ആണ്. ആ വെള്ളിവെളിച്ചം കണ്ടപ്പോഴേ അദ്ദേഹത്തിന് വലിയൊരു ആഹ്ലാദം തോന്നി. ഇതെങ്ങനെ ഇവർക്ക് ഇതൊക്കെ സാധിക്കുന്നു തോന്നി. പിന്നീട് കണ്ട സിനിമ അദ്ദേഹത്തെ വളരെ സ്വാധീനിച്ചതായിരുന്നു ഭാര്യ ഉദയായുടെ, 1962. അത് കണ്ടതോടെ അദ്ദേഹത്തിന് സിനിമയിൽ തന്നെ എത്തണം എന്നൊരു മോഹവും സത്യൻ എന്ന നടനോട് ഒരു ആരാധനയും അദ്ദേഹത്തിന് തോന്നിയെന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ പടങ്ങൾ തേടി പിടിച്ച് തലശ്ശേരി ലോട്ടസ് തിയേറ്ററിൽ കാണുമായിരുന്നു ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ തന്റെ സുഹൃത്തായ കുമാരൻ മാഷുമായി ഇദ്ദേഹം യാത്ര ചെയ്യുകയാണ്. അങ്ങനെ യാദൃശ്യമായി കൂത്തുപറമ്പിലെത്തി. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു കൈനോട്ടക്കാരൻ ഇരിക്കുന്നു, ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത്. അദ്ദേഹം ഒരു കൗതുകം തോന്നി കൈ കാണിച്ചു. അപ്പോൾ കൈനോട്ടക്കാരൻ പറഞ്ഞു, നിങ്ങൾ വലിയ നിലയിലെത്തും, രാഷ്ട്രപതിയിൽ നിന്നും അവാർഡുകൾ വരെ വാങ്ങും, സിനിമാ ലോകത്തെത്തും. ഇത് കണ്ട് ഇത് കേട്ടിട്ട് അദ്ദേഹത്തിനെന്ന് സത്യത്തിൽ തമാശയായിട്ടാണ് തോന്നിയത്. എന്റെ ഈ രൂപം വെച്ചുകൊണ്ട് ഞാൻ എങ്ങനെ സിനിമയിൽ അഭിനയിക്കും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിലെ രൂപം. കാരണം ഈ പറയുന്നതിൽ അവരുടെ ഉപജീവന മാർഗമാണ് ഇതെന്ന് അദ്ദേഹം കരുതി. പക്ഷെ അത് പിന്നീട് വർഷങ്ങൾക്ക് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം സിനിമയിൽ എത്തിയപ്പോഴാണ് അന്നത്തെ കൈനോട്ടക്കാരൻ പറഞ്ഞത് യാഥാർത്ഥ്യമായല്ലോ എന്ന് ശ്രീനിവാസന് തോന്നിയത്. ബിരുദ പഠനത്തിന് ശേഷം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുവാൻ ചേരുകയാണ്. അപ്പോൾ അച്ഛനൊന്നും താല്പര്യമില്ലായിരുന്നു. പക്ഷെ അച്ഛന്റെ ആ താല്പര്യത്തിൽ വിപരീതമായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. അവിടെ ചെന്നപ്പോൾ ഇദ്ദേഹത്തിന് ഒരു കൂട്ടുകാരനെ കിട്ടി, നമ്മുടെ രജനീകാന്ത് വന്ന് അവിടെ പഠിക്കാൻ വന്നിരുന്നു. അങ്ങനെ ഇവർ തമ്മിൽ നല്ലൊരു സൗഹൃദത്തിലാവുകയാണ്. അങ്ങനെ ഇതിന്ന് അവിടെ അഭിനയം പഠിക്കുന്ന സമയത്ത് തിരിച്ച് നാട്ടിലോട്ട് വന്ന് ഒരു വെക്കേഷൻ വന്നു കഴിഞ്ഞപ്പോൾ യാദൃശ്യമായി PA ബക്കർ അദ്ദേഹത്തെ വിളിക്കുകയാണ്. PA ബക്കറിന്റെ മണിമുഴക്കം എന്നൊരു ചിത്രം, അതായത് പുതുമുഖങ്ങളെ മാത്രം ഉൾപ്പെടുത്തി ഒരു സിനിമയായിരുന്നു. അതിൽ അദ്ദേഹത്തിനെ ക്രൂരൻ അന്തോണി എന്നൊരു കഥാപാത്രത്തെയാണ് ബക്കർ കൊടുത്തത്. പക്ഷെ അത് വളരെ ഭംഗിയോടുകൂടി തന്നെ അദ്ദേഹം അവതരിപ്പിച്ചു. അതോടെ മലയാള സിനിമയിൽ അദ്ദേഹം ചുവടുറപ്പിക്കുകയായിരുന്നു. ആദ്യ ചിത്രം തന്നെ ശ്രദ്ധേയമായി എന്നുള്ളതാണ് ശ്രീനിവാസന്റെ ഭാഗ്യം. സംഘഗാനം എന്ന ചിത്രത്തിലൂടെയാണ് നായക പദവി അലങ്കരിക്കുന്നത്. പിന്നീട് പുറത്തു വന്ന ചിത്രം ചിദംബരം, അത് ഏറെ ശ്രദ്ധേയമായി. അതിൽ മുനിയാണ്ടി എന്ന കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ആ സിനിമ കണ്ടവരാരും മുനിയാണ്ടിയെ മറക്കുകയില്ല. അത്രയ്ക്ക് നല്ലൊരു അഭിനയ മുഹൂർത്തമാണ് അദ്ദേഹം അതിൽ കാഴ്ചവെച്ചത്. 1984 ആണ് ആദ്യമായിട്ട് തിരക്കഥ എഴുതുന്നത്. ഓടരുതമ്മാവ ആളറിയ. ആ ചിത്രം സംവിധാനം ചെയ്തത് പ്രിയദർശനായിരുന്നു. അതോടെ പ്രിയദർശനുമായിട്ടൊരു സൗഹൃദം ഉണ്ടാകുകയാണ്. ഓടരുതമ്മാവ ആളറിയാം വമ്പൻ ഹിറ്റായിരുന്നു. പിന്നീട് ഇദ്ദേഹം TP ബാലഗോപാലൻ MA എന്ന ചിത്രത്തിലൂടെയാണ് ശ്രീനിവാസനും സത്യൻ അന്തിക്കാടും ഒന്നിക്കുന്നത്. പിന്നീട് എത്രയോ ഹിറ്റുകൾ അവർ നമുക്ക് സമ്മാനിച്ചു. വരവേൽപ്പ് എന്ന ചിത്രം ശ്രീനിവാസന്റെ അച്ഛന്റെ ജീവിതത്തിലുണ്ടായ അനുഭവമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ചിത്രമാണ് സന്മനസ്സുള്ളവർക്ക് സമാധാനം. രണ്ടും സൂപ്പർ ഹിറ്റായിരുന്നു. സത്യൻ അന്തിക്കാടിന്റെ സംവിധാന മികവിന് പ്രധാന കാരണവും ശ്രീനിവാസനായിരുന്നു. അവർ തമ്മിലുള്ള കൂട്ടുകെട്ടിൽ ധാരാളം ഹിറ്റുകൾ ഉണ്ടായി. അതെല്ലാം മലയാള സിനിമാ പ്രേക്ഷകർ കൈനീട്ടി സ്വീകരിക്കുകയും ചെയ്തു. 48 വർഷം സിനിമയിൽ സാന്നിധ്യമായിരുന്ന ശ്രീനിവാസൻ 219 ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. 2 ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. ചിന്താവിഷ്ടയായ ശ്യാമള, വടക്കുനോക്കി കേന്ദ്രം. രണ്ടും വ്യത്യസ്ത രീതിയിലുള്ള സിനിമയായിരുന്നെങ്കിലും വളരെ ജനഹൃദയങ്ങളെ ആകർഷിച്ച ചിത്രങ്ങളായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, നർമ്മത്തിൽ പൊതിഞ്ഞാണ് എല്ലാ കഥകളും പറയുന്നത്.
ഒരു ഉദാഹരണത്തിന് നമുക്ക് സന്ദേശം എന്ന സിനിമ, ഇന്നും നമുക്കൊരു സന്ദേശം തന്നെയല്ലേ ആ സിനിമ. അതുപോലെ ഏത് ചിത്രത്തിലും അദ്ദേഹത്തിന്റെ ഒരു കയ്പുണ്ടായിരിക്കും. അതിന് ഏറ്റവും ഉദാഹരണമായിട്ട് നമുക്ക് പറയാം സരോജ് കുമാർ എന്നൊരു സിനിമ അദ്ദേഹം ഈ അടുത്തെടുത്തല്ലോ. അത് കുറച്ച് വിവാദമൊക്കെ ആയി, എങ്കിലും സിനിമ രംഗത്തുണ്ടാകുന്ന സംഭവങ്ങളെ ഇതിവൃത്തമാക്കിയാണ് അദ്ദേഹം ചെയ്തതെന്നാണ് അദ്ദേഹം ഇന്റർവ്യൂവിൽ പറഞ്ഞത്. ഉദയനാണ് താരം. ആ 2 ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ ഗംഭീര ഹിറ്റുകളായി. രജനീകാന്ത് സിനിമയിൽ എത്താൻ കാരണം ഒരു പെൺകുട്ടിയായിരുന്നു. അവൾ നിർബന്ധിച്ച് ഒരു അപേക്ഷ ഫാറം വായിപ്പിക്കുകയായിരുന്നു സിനിമാ രംഗത്തോട്ട് എത്തുവാൻ വേണ്ടി. പക്ഷേ അവരെ കണ്ടെത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. അതിന്റെ ആസ്പദമാക്കി അദ്ദേഹം എഴുതിയ കഥയാണ് കഥ പറയുമ്പോൾ എന്ന ചിത്രം. ആ ചിത്രത്തിൽ ബാർബർ ബാലെ എന്ന കഥാപാത്രത്തെയാണ് ശ്രീനിവാസൻ അവതരിപ്പിച്ചതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ബാർബർ ബാലിനെ നമുക്ക് സിനിമാ ലോകം ഉള്ളിടത്തോളം കാലം മറക്കുവാൻ സാധിക്കില്ല. 54 ചിത്രങ്ങൾക്ക് അദ്ദേഹം തിരക്കഥ എഴുതിയിട്ടുണ്ട്. ഞാൻ ശ്രീനിവാസനെ ആദ്യം കാണുന്നത് ചെമ്പിലെ മമ്മൂട്ടിയുടെ വീട്ടിൽ വെച്ചാണ്. അവിടെ ഒരു വിവാഹാവശ്യത്തിൽ പങ്കെടുക്കുവാൻ അദ്ദേഹം വന്നപ്പോഴാണ് ഞാൻ കാണുന്നതും പരിചയപ്പെടുന്നു. അന്നേ എനിക്ക് തോന്നി അദ്ദേഹം ഒരു സഹൃദയനാണെന്ന്. നല്ല രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു അദ്ദേഹത്തിൽ നിന്നും എനിക്ക് ലഭിച്ചത്. പിന്നീട് ഞാൻ കാണുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. ഹൈക്കോടതിയിൽ വക്കീലന്മാരുടെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അദ്ദേഹം അവിടെ വന്നു. അപ്പോൾ ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ് PS നന്ദൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിന്റെ ക്ഷണമനുസരിച്ച് അന്ന് ഞാൻ അവിടെ ചെല്ലുകയുണ്ടായി. അന്നാണ് ഞാൻ രണ്ടാമതും ശ്രീനിവാസനെ കാണുന്നത്. 2025 ഡിസംബർ മാസം 20-ാം തീയതി ജീവിതത്തിന്റെ തിരക്കഥ ബാക്കിയാക്കി ശ്രീനിവാസൻ യാത്രയായി.